ഇഡിയെ ആക്രമിച്ചു മുങ്ങിയ ഹരീഷിന് മുട്ടൻ പണി. മെയ് 27 പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ആക്രമിച്ച പ്രതികളിൽ ഒരാൾക്ക് ആദ്യമായി ജാമ്യം ലഭിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഹരീഷ് കുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 9ാം പ്രതിയാണ്. ഈ കേസിൽ പോലീസ് 2 FIR ആണ് ഇട്ടിട്ടുള്ളത്. ഒന്ന് ഇഡിയെ ആക്രമിച്ചു എന്നുള്ള ഒരു FIR-ഉം രണ്ടാമത്തേത് പോലീസിനെ ആക്രമിച്ചു എന്ന് പറയുന്ന മറ്റൊരു FIR-ഉം. ഇതിലെ പോലീസിനെ ആക്രമിച്ചു എന്ന് പറയുന്ന FIR-ലെ പ്രതികളിൽ ഒരാളായ SFIയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വിജയ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ച് പുറത്തു വന്നു. മറ്റ് ഇഡിയെ ആക്രമിച്ച കേസിലെ പ്രതികളിൽ പലരും തന്നെ ജാമ്യ അപേക്ഷയുമായി കോടതിയുടെ മുന്നിലെത്തിയെങ്കിലും കോടതി അതെല്ലാം തള്ളുകയായിരുന്നു. രാജ്യദ്രോഹ കുറ്റമടക്കം ഇഡിയെ ആക്രമിച്ച കേസിൽ നിലനിൽക്കുമെന്ന് തിരുവനന്തപുരത്തെ ജില്ലാ പ്രിൻസിപ്പൽ കോടതി വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് അവർക്കാർക്കും തന്നെ ജാമ്യം ലഭിച്ചിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു കേസിലെ ഇഡിയെ ആക്രമിച്ച കേസിലെ 9ാം പ്രതിയും CPM നേതാവുമായ ഹരീഷിന് ജാമ്യം ലഭിച്ചു. ആ ജാമ്യം ലഭിക്കാനുള്ള കാരണം പബ്ലിക് പ്രോസിക്യൂട്ടറാണ് എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരാതി പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതിയും നൽകിയിരിക്കുകയാണ്. കാരണം പബ്ലിക് പ്രോസിക്യൂട്ടറെ നമുക്കറിയാമല്ലോ, ഗീനാകുമാരിയാണ്. ഗീനാകുമാരി പഴയ SFI നേതാവാണ്. SFIയുടെ തീപ്പൊരി നേതാവായിരുന്നു ഗീനാകുമാരി. കഴിഞ്ഞ പിണറായി സർക്കാരാണ് ഗീനാകുമാരിയെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. ഹരീഷിന് ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഗീനാകുമാരി കോടതിയിലെടുത്ത നിലപാട് എന്തെല്ലാമാണ്? ഗീനാകുമാരി പറഞ്ഞത്, അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ഗീനാകുമാരി ആദ്യമേ തന്നെ ചർച്ച നടത്തിയില്ല. അതാണ് ഗീനാകുമാരിയുടെ ഭാഗത്തു നിന്നുണ്ടായ ആദ്യത്തെ ഒരു നിയമപരമായിട്ടുള്ള ഇടപെടൽ. അന്വേഷണ ഉദ്യോഗസ്ഥരോട് സഹകരിച്ചില്ല എന്നുള്ളതാണ് ഗീനാകുമാരി ആദ്യം ചെയ്തത്. രണ്ടാമത് ഗീനാകുമാരി കോടതിയിൽ വാദിച്ചത് ഈ പ്രതിക്ക്, അതായത് ഹരീഷിന് ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ഒരു കാരണവശാലും ബാധിക്കില്ല എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറായ ഗീനാകുമാരി വാദിച്ചു. രണ്ടാമത് ഗീനാകുമാരി പറഞ്ഞത്, ഇവർ 10-27 ദിവസമായി ജയിൽ കിടക്കുകയാണല്ലോ, ഇനി കസ്റ്റഡിയിലെ ആവശ്യമില്ല, അതുകൊണ്ട് ജാമ്യം നൽകുന്നതിൽ വിരോധമില്ല എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ നിലപാടെടുത്തതോടുകൂടി അന്തം വിട്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. മ്യൂസിയം പോലീസിനാണല്ലോ ഈ കേസ് അന്വേഷിക്കാനുള്ള ചുമതല. മ്യൂസിയം പോലീസ് കഴിഞ്ഞ 18-ാം തീയതി 13 കാരണങ്ങൾ നിരത്തി എന്തുകൊണ്ടാണ് പ്രതികൾക്ക് ജാമ്യം നൽകാതിരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് 13 കാരണങ്ങൾ അടങ്ങിയ ഒരു റിപ്പോർട്ട് കോടതിക്ക് നൽകിയിരുന്നു. അതിനുശേഷം ഗീനാകുമാരി ഈ അന്വേഷണ സംഘവുമായി സഹകരിച്ചില്ല, ആശയവിനിമയം നടത്തിയില്ല. കഴിഞ്ഞ ദിവസം 24-ാം തീയതി കോടതി ഈ കേസ് ഹരീഷിന്റെ ജാമ്യ ഹർജി പരിശോധിച്ചപ്പോഴാണ് പബ്ലിക് പ്രോസിക്യൂട്ടറായ ഗീനാകുമാരി 2 നിലപാടെടുത്തത്. ഒന്ന്, ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കില്ല. 2, ഇനി കസ്റ്റഡി ആവശ്യമില്ല എന്നുള്ള നിലപാടെടുത്തതോടുകൂടി ജില്ലാ പ്രിൻസിപ്പൽ ജഡ്ജിയായിട്ടുള്ള S നസീറ ഹരീഷിന് ജാമ്യം നൽകുകയായിരുന്നു. ഇത് സർക്കാരിന് ഏറ്റ വലിയ തിരിച്ചടിയാണ്, ഇഡിക്ക് ഏറ്റ വലിയ തിരിച്ചടിയാണ്, അന്വേഷണ സംഘത്തിന് ഏറ്റ വലിയ തിരിച്ചടിയാണ്. ഇപ്പോൾ ഇതാ ഈ കേസിൽ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ T. അസഫ് അലി ഇടപെട്ടിരിക്കുന്നു. അസഫ് അലി പറഞ്ഞിരിക്കുന്നത്, അടിയന്തരമായി തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന CI പ്രശാന്തിനോട് എല്ലാ രേഖകളും സഹിതം കൊച്ചിയിലേക്ക് എത്താനാണ്. കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞാൽ ഹൈക്കോടതിയിലേക്ക് ഈ കേസ് പോകും. ഹരീഷിന്റെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികൾ തിങ്കളാഴ്ച തന്നെ ആരംഭിക്കും. അങ്ങനെ പുറത്തിറങ്ങിയ ഹരീഷിനെ ഉടനടി തന്നെ പൂട്ടി അകത്താക്കാനുള്ള ശ്രമം ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്നു. അതാണ് ഈ കേസിലെ 1ാമത്തെ കാര്യം. ഹരീഷിന് ജാമ്യം കിട്ടിയ കേസിലെ 1ാമത്തെ കാര്യം, ഇവിടെ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന്റെ നേരിട്ടുള്ള ഇടപെടൽ നടന്നിരിക്കുന്നു. ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലാണ്. എന്താണത്? ഗീനാകുമാരിക്ക്, അതായത് പഴയ SFIയുടെ തീപ്പൊരി നേതാവും ഇപ്പോഴത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറുമായ ഗീനാകുമാരിയുടെ കാലാവധി അവസാനിക്കുന്നത് 2026 ഒക്ടോബറിലാണ്. അതിനു മുൻപായി തന്നെ എത്രയും വേഗം പബ്ലിക് പ്രോസിക്യൂട്ടറായ ഗീനാകുമാരിയെ തൽസ്ഥാനത്ത് നിന്നും മാറ്റാൻ VD സതീശൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. എത്രയും വേഗം ഗീനാകുമാരിയെ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് മറ്റൊരു പബ്ലിക് പ്രോസിക്യൂട്ടറെ അവിടേക്ക് നിയമിക്കുക എന്നുള്ള രാഷ്ട്രീയ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും. അതിൻ്റെ ഫലമായി ഗീനാകുമാരി
ആ സ്ഥാനത്ത് നിന്ന് തെറിക്കും. പകരം മറ്റൊരു പബ്ലിക് പ്രോസിക്യൂട്ടർ അവിടെ വരും. പലരുടെയും ലിസ്റ്റുകൾ സർക്കാരിൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് ആ ലിസ്റ്റിൽ നിന്ന് ഏതാണോ സർക്കാരിന് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ആൾ അവരെ അവിടേക്ക് നിയമിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത്. അങ്ങനെ രണ്ട് തരത്തിലാണ് ഇവിടെ നീക്കം നടന്നത്. ഒന്ന്, രാഷ്ട്രീയ തലത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റിക്കൊണ്ട് പുറത്തിറങ്ങിയ ഹരീഷിനെ എത്രയും പെട്ടെന്ന് അകത്തേക്ക് എത്തിക്കുക. രണ്ട്, നിയമത്തിന്റെ വഴി പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി അസഫ് അലി ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ രേഖകൾ സഹിതം ഹൈക്കോടതിയിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവിടെ നിയമത്തിന്റെ വഴി തേടി ഈ ജാമ്യം അടിയന്തരമായി റദ്ദാക്കാനുള്ള നടപടികൾ ഉടനടി ആരംഭിക്കും. എന്തുകൊണ്ട് അങ്ങനെ ഇത്ര തിരക്കിട്ടുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിയമത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഇത്ര അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഹരീഷിന്റെ കാര്യത്തിൽ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹരീഷ് ഇറങ്ങി വന്ന അതേ പാതയിലൂടെ, നിയമത്തിന്റെ അതേ പഴുതിലൂടെ IP ബിനു അടക്കമുള്ളവർ ED ആക്രമിച്ച് ഇപ്പോൾ ജയിലിൽ കഴിയുന്നവരുണ്ടല്ലോ, അവർ ഇതേ പഴുത് ഉപയോഗിച്ച് തന്നെ പുറത്തേക്കിറങ്ങാനുള്ള സാധ്യത ഏറെയാണ്. അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റമടക്കമുള്ളവ ചുമത്താമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. ED ആക്രമിച്ചത് അതീവ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. മാത്രമല്ല ED ആക്രമിച്ച കേസ് രാജ്യദ്രോഹ കേസിന് തുല്യമാണ് എന്ന് പല ഹൈക്കോടതികളുടെയും വിധികളുണ്ട്, പല കോടതി വിധികളുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയും ED ആക്രമിച്ച കേസ് രാജ്യദ്രോഹ കേസ് എന്ന നിലയിലേക്ക് മാറുമ്പോൾ അവിടെ നിന്നാണ് ഹരീഷ് എന്ന് പറയുന്ന ഒരാൾ, മുൻ SFI നേതാവ് കൂടിയായ CPM നേതാവ് കൂടിയായ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയുടെ ഈ ഒരു ഇടപെടൽ മൂലം പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അതേ വഴി തന്നെ IP ബിനു അടക്കമുള്ളവർ അതേ വഴിയിൽ ഇറങ്ങും. അങ്ങനെ ED ആക്രമിച്ചവർ ഓരോന്നോരോന്നായി പുറത്തേക്ക് വരുമ്പോൾ അത് അന്വേഷണ സംഘത്തെ കളിയാക്കുന്നതിന് തുല്യമാണ്, ED കളിയാക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. മാത്രമല്ല, ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു വഴിത്തിരിവ് കൂടി ഉണ്ടായിരിക്കുന്നു. ഈ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കക്ഷി ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ആ ഒരു സുപ്രധാന വഴിത്തിരിവ്. കാരണം ഇപ്പോഴത്തെ അന്വേഷണത്തിലും കോടതി നടപടിയിലും ED തൃപ്തരല്ല. കാരണം ഹരീഷിന് ജാമ്യം ലഭിച്ചത് അങ്ങേ അറ്റത്തെ ഗുരുതരമായ നിയമ വീഴ്ചയാണ്, നിയമത്തിന്റെ ഭാഗത്ത് നിന്നുള്ള വീഴ്ചയാണ് എന്നുള്ള നിലപാടിലാണ് ED എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസിൽ ED കക്ഷി ചേരും. മാത്രമല്ല, നിരവധി പ്രതികൾ, ഇപ്പോൾ 27 പ്രതികൾ മാത്രമേ ഉള്ളൂ. അതിലെ ഒരു പ്രതി രാജ്യം വിട്ടു കഴിഞ്ഞു. അങ്ങനെ പോലീസ് ഇക്കാര്യത്തിൽ ഒരു അഴകുഴമ്പൻ നയമാണ് സ്വീകരിക്കുന്നത് എന്ന് ED കരുതുന്നു. അതുകൊണ്ട് മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ കേസിൽ ED കക്ഷി ചേരാൻ പോകുന്നു. അതോടുകൂടി ഈ കേസിന്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള ഗീനാകുമാരിയുടെ ഇടപെടൽ മൂലം 24-ാം തീയതി പുറത്തിറങ്ങിയ ഹരീഷിന് മുട്ടൻ പണിയാണ് വരുന്നത്. കാരണം നിയമപരമായി ഹരീഷിനെ പൂട്ടാനുള്ള എല്ലാ നടപടികളും തിങ്കളാഴ്ച മുതൽ നടന്നു വരുന്നു. ഒപ്പം തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റിക്കൊണ്ട് ഈ കേസിലെ IP ബിനു അടക്കമുള്ള ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ആർക്കും തന്നെ ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്നുള്ള നിലപാടിലേക്ക് സർക്കാരും എത്തിച്ചേർന്നിരിക്കുന്നു. അതോടുകൂടി പുറത്തിറങ്ങിയ ഹരീഷിന് എത്രയും വേഗം തിരികെ ജയിലിലേക്ക് തന്നെ വരേണ്ടി വരും എന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. അതെന്ത് തന്നെയായാലും ഇപ്പോൾ ഇവിടെ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി അസഫ് അലി അന്വേഷണ ഉദ്യോഗസ്ഥനായ CI പ്രശാന്തിനോട് എല്ലാ രേഖകളും സഹിതം തിങ്കളാഴ്ച കൊച്ചിയിൽ ഹാജരാകാൻ പറയുന്നു. കൊച്ചിയിൽ നിന്നും ഹൈക്കോടതിയിലേക്ക് ഈ കേസ് ഒരുപക്ഷെ തിങ്കളാഴ്ച തന്നെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ ഇറങ്ങിയ ഹരീഷിന് എത്രയും വേഗം തന്നെ തിരികെ ജയിലിലേക്ക് വരാൻ കഴിയും. മാത്രമല്ല, അവിടെ കഴിയുന്ന IP ബിനു അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ആക്രമിച്ച പ്രതികളെ എന്നേക്കുമായി അകത്തിടാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. കാരണം EDയുടെയും തീരുമാനം അതാണ്. ED ആക്രമിച്ചത് രാജ്യദ്രോഹ കേസ് തന്നെയാണ് എന്ന് തന്നെയാണ് ED വിശ്വസിക്കുന്നത്. മാത്രമല്ല, പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന പരാതി കൂടിയുണ്ട്. ED കൂടി കക്ഷി ചേരുന്നതോടുകൂടി ഒരു കാരണവശാലും ജീവിതത്തിന്റെ അന്ത്യം വരെ ഒരുപക്ഷെ ഈ പ്രതികൾക്ക് പുറം ലോകം കാണാൻ കഴിയില്ല. കാരണം ഇനിയുള്ളത് വിചാരണയാണ്. ഇവരെ ഒരുപക്ഷെ വിചാരണ തടവുകാരായി മാറ്റാം. വിചാരണ എന്നുവരെ നീളുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വിചാരണ നീണ്ട് അത് വിധി വരും വരെ ഒരുപക്ഷെ ഈ കേസിൽ 10-20 വർഷം അല്ലെങ്കിൽ ജീവപര്യന്തം ഒരുപക്ഷെ തടവ് ലഭിക്കാവുന്ന കേസുകളാണ്. അതുകൊണ്ട് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ഹരീഷിനൊപ്പം ജയിലിൽ കഴിഞ്ഞിരുന്ന
IP ബിനു അടക്കമുള്ള EDയെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ ഭാവി എന്താണ് എന്നതിനെ സംബന്ധിച്ച് പ്രവചിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ അവർ ജീവിതാന്ത്യം വരെ ജയിലിൽ കിടക്കുമെന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. നിയമം കർശനമായി നടപ്പിലാക്കിയാൽ അവർ ഒരു കാരണവശാലും പുറം ലോകം കാണാൻ സാധ്യതയില്ല. എന്ത് തന്നെയായാലും ഹരീഷിന് വരുന്നത് മുട്ടൻ പണിയാണ്. തിങ്കളാഴ്ച തന്നെ അടിയന്തരമായി ഈ കേസ് ഹൈക്കോടതിയിലേക്ക് എത്തുകയാണ്. ജാമ്യം റദ്ദാക്കണം, ഹരീഷിന്റെ ജാമ്യം ഉടനടി റദ്ദാക്കണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം. ആ ആവശ്യമാണ് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ T. ആസഫ് അലി കോടതിയിൽ ഉന്നയിക്കുക. അതിനെ ഹൈക്കോടതി വിധിയെ ആശ്രയിച്ചിരിക്കും ഹരീഷിന്റെ ഭാവി. ഒരു കാരണവശാലും ഹൈക്കോടതി ഹരീഷിന് അനുകൂലമായി ഒരു നിലപാട് എടുക്കില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. അതൊക്കെ തന്നെ ഹൈക്കോടതിയുടെ മുന്നിലുള്ള കാര്യമാണ്. നമുക്ക് അക്കാര്യത്തിൽ പ്രവചിക്കാൻ കഴിയില്ല. എന്ത് തന്നെയായാലും ഹരീഷിന് അനുകൂലമായ ഒരു നിലപാട് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.